രാത്രി ഒന്ന് പുറത്ത് പോയി ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയെല്ലാം വാങ്ങിച്ചിട്ടൊക്കെ വന്നതാ രാവിലത്തേക്ക് അരയ്ക്കാനായിട്ട് അരി ഉഴുന്നുമൊക്കെ വെള്ളത്തിലിട്ട് ഭക്ഷണം കഴിപ്പും എല്ലാം കഴിഞ്ഞു. എന്നാൽ ഇന്ന് ഇച്ചിരി നേരത്തെ കിടക്കാമെന്ന് മനസ്സിലൊന്നും അറിയാതെ ആഗ്രഹിച്ചു പോയി. എപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ അന്ന് എന്തെങ്കിലുമൊക്കെ പണിയും കൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ചുമ്മാ കട്ട് ചെയ്ത് കൊടുക്കാനല്ല കേട്ടോ, കുറച്ച് ഉപ്പും മുളകും പുളിയും ഒക്കെ ഒഴിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കാനാണ് ഈ പറയുന്നത്. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ചെയ്ത് കൊടുത്തേക്കാം. എപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പഴവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ ആപ്പിളെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പറയുന്നത് ആപ്പിൾ മാത്രം പോരാ, പേരയ്ക്കായും വേണമെന്ന്. ഞാൻ പറഞ്ഞെന്നാൽ പേരയ്ക്ക മാത്രം ആക്കണ്ട, കുറച്ച് പച്ച മുന്തിരിങ്ങായും കൂടി ഇട്ട് മൊത്തത്തിലൊരു പച്ച മയമാക്കി തരാമെന്ന് പറഞ്ഞേ. അങ്ങനെ എന്തായാലും ഇത് ആപ്പിൾ നീളത്തിൽ കട്ട് ചെയ്തു, പിന്നെ ഇതാ ഒരു പേരയ്ക്ക എടുത്ത് നീളത്തിൽ കട്ട് ചെയ്തു, പിന്നെ ഒരു 5-6 മുന്തിരിങ്ങ നല്ലപോലെ അങ്ങോട്ട് കഴുകിയിട്ട് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല കഴുകേണ്ടത്, നല്ല ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ടാണ് ഞാൻ കഴുകുന്നത്. പിന്നെ ഇപ്പം തിരക്കിട്ട് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ 5-6 ഒലിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് 2 നാരങ്ങയാണ്. നാരങ്ങ ഒന്ന് വട്ടത്തിൽ മുറിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇച്ചിരി പുളി ഇരിക്കട്ടെ. മിക്കവാറും രാത്രിയിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ കഴിക്കുന്നത്, ഉപ്പും മുളകും ഒക്കെ ഇട്ട്. അങ്ങനെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇച്ചിരി എരിവ് കൂടിയ മുളക് പൊടി ആയതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്ത് മടുക്കുമ്പോൾ ഇങ്ങനെ പാത്രം എടുത്ത് കുടഞ്ഞാൽ മതി കേട്ടോ, എളുപ്പം പരിപാടി കഴിയും. അങ്ങനെയെല്ലാം സെറ്റാക്കി എടുത്തതിന് ശേഷം ആദ്യം പിന്നെ ഞാനാണല്ലോ ടേസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, പൊളിയായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ എനിക്കും ഇഷ്ടമാണ്. പിന്നെ അരിഞ്ഞൊക്കെ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് വരണ്ടേ, അതിൻ്റെ ഒരു മടി കൊണ്ട് ഇങ്ങനെ മടിച്ചിരുന്നാണ്. അയാനും കൊണ്ട് കൊടുത്തപ്പോൾ അയാനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. ഞാൻ പറഞ്ഞു ഇനി ഒരു പണിയും പറയരുത്, ഞാൻ പോയി കിടക്കാൻ പോകണം. അപ്പോൾ ഓക്കെ, ബൈ.